കുട്ടിയുടെ ഒരു മോർണിംഗ് കണ്ടാലോ. രാവിലെ തന്നെ ഇത് നല്ല ഉറക്കമാണ്. ഒരു 7:30 ആവാതെ ആൾ കണ്ണ് തുറക്കുകയില്ല കേട്ടോ. അപ്പം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ആളെ എണീപ്പിക്കുക. പിന്നെ നമ്മുടെ മക്കളെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ വിളിച്ച് എണീപ്പിക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ച് നമ്മൾ ടൈം എടുത്ത് എണീപ്പിക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പം ഞാനിങ്ങനെ കുറച്ച് ടൈമൊക്കെ എടുത്തിട്ടാണ് ആളെ മെല്ലെ മെല്ലെ ഉണർത്തിയെടുക്കുക കേട്ടോ. പിന്നെ ആണെങ്കിൽ നൈറ്റ് വന്നിട്ട് ചില സമയത്ത് എസ്ക്ക് ഭയങ്കര ഉറക്കക്കുറവാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് രാവിലെ ആകുന്ന സമയത്ത് കുറച്ചിങ്ങനെ ഉറക്കം ഇങ്ങനെ നീണ്ടു പോകുന്നത്. പിന്നെ എൻ്റെ വീട്ടിലാകുമ്പം ആൾ രാവിലെ എണീക്കും കേട്ടോ. 6 മണി ആ ഒരു സമയത്ത് എണീറ്റിട്ട് കളിക്കുന്നുണ്ടാവും. പക്ഷെ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോയാൽ നേരെ തിരിച്ചാണ് കേട്ടോ. ആൾക്ക് ഭയങ്കര ഉറക്കമായിരിക്കും രാവിലെ. അങ്ങനെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ നല്ല ആക്റ്റീവാണ് കേട്ടോ. എന്തെങ്കിലും ഒന്ന് കുറച്ചിങ്ങനെ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കളിയും ചിരിയൊക്കെയാണ്. അങ്ങനെ കുറച്ച് റൂമിൽ നിന്ന് ഇങ്ങനെ ഒന്ന് കളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടാണ് താഴത്തോട്ടേക്ക് പോവുക. ആൾക്കിങ്ങനെ ടോയ്സും പിന്നെ ഓരോരോ പിക്ചേഴ്സൊക്കെ കാണണമായിരിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കണ്ട് ഒന്ന് ആക്റ്റീവായതിന് ശേഷമാണ് താഴത്തോട്ടേക്ക് പോകട്ടെ. പിന്നെ ആണെങ്കിൽ ആൾക്ക് രാവിലെ എണീറ്റ് താഴത്തോട്ടേക്ക് പോകുന്നത് ഇഷ്ടമല്ല. നമ്മൾ വിളിക്കുന്ന സമയത്ത് ആൾക്ക് എന്തെങ്കിലും കളിക്കണമായിരിക്കും. അങ്ങനെ കുട്ടിക്ക് ഫുഡൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കളിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വന്നിട്ട് ആൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഈ ഒരു സൈക്കിളിലൊക്കെ കയറി ഇരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഓടിക്കാനായിട്ടില്ല. അപ്പോൾ ഇതാ നല്ല കളിയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ.